ഈ കാണുന്ന ഐറ്റം വേറെ ഒന്നുമല്ല, നമ്മുടെ മഞ്ഞക്കൂരിയുടെ മുട്ടയാണ്. അപ്പോൾ ഇതിനെ നമുക്കിന്നൊന്ന് ചിക്കി പൊരിച്ചേക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, ഒരു 5-8 കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിന് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിനെല്ലാം നമ്മളിത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മുട്ട ഒരു വെള്ളപ്പാട് കണക്കത്തെ ഒരു ഇതിനകത്താണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതിനെ നന്നായിട്ട് നമ്മൾ കൈ വെച്ച് ഇങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചത് ഇതുപോലെ എല്ലാ സാധനങ്ങളും യോജിപ്പിച്ച് ഇങ്ങനെ മാറ്റി വെച്ചേക്കാം. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളുടെ ഈ മുട്ട ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തില്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണേ. അപ്പോൾ ഇങ്ങനെ വഴറ്റി കൊടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറച്ചൊരു 10 മിനിറ്റ് മതി ഇത് വേവാൻ. അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പം നന്നായിട്ട് നമ്മുടെ സാധാ മുട്ടയൊക്കെ വേവുന്ന ആ സമയം തന്നെ മതി. നല്ലതായിട്ട്